So let's discuss a little bit about the writer C.J. Thomas. C.J. Thomas, he was born in the year 1918. He was a famous Malayalam playwright and also a literary critic, and is considered as the writer who piloted the modernist movement in Malayalam theatre. സോ ഒരു മലയാളം പ്ലേ റൈറ്റ് ആണ്, ക്രിട്ടിക് ആണ്, അതുപോലെ തന്നെ മോഡേണിസ്റ്റ് മൂവ്മെന്റ് മലയാളം തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടന്റ് റൈറ്റർ കൂടിയാണ് അദ്ദേഹം. ഓക്കെ, ഒരു സിറിയൻ ഓർത്തഡോക്സ് പ്രീസ്റ്റിന്റെ മകനായിട്ടാണ് അദ്ദേഹത്തിന്റെ ജനനം. ആൻഡ് അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരിക്കാനാണ്, ഹി വാസ് എക്സ്പെക്ടഡ് ടു ബി എ പ്രീസ്റ്റ് ആൻഡ് ഓൾസോ ഓർഡൈൻഡ് ആസ് എ ഡീക്കൺ ഇൻ ദ ഓർത്തഡോക്സ് ചർച്ച്. പക്ഷെ പിന്നീട് അദ്ദേഹം ആ പ്രീസ്റ്റ്ഹുഡ് ഉപേക്ഷിക്കുകയായിരുന്നു. Okay, അദ്ദേഹത്തിന്റെ ഗ്രാജുവേഷൻ പീരിയഡിലൊക്കെ he decided to quit the priesthood. Okay, he had his education from CMS College Kottayam and also from UC College Aluva. So അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ആ ഒരു ഗ്രാജുവേഷൻ പീരിയഡിലാണ് he decided to quit the priesthood. അതിനുശേഷം he worked as a teacher in a primary school ആൻഡ് ലേറ്റർ ഗവൺമെന്റ് ലോ കോളേജിൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ജോബും അദ്ദേഹം ഉപേക്ഷിച്ചു. ബിക്കോസ് ദ കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ് exerted a great influence on him and he left the job of an advocate to be joined as a full-time member of the Communist Party. സോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസ് അദ്ദേഹത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുകയും ഹി ഡിസൈഡഡ് ടു ക്വിറ്റ് ദ ജോബ് ഓഫ് എൻ അഡ്വക്കേറ്റ് ആൻഡ് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർ ആവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. But what happened later is he was unable to relate his ideals of humanism with the political ideologies, and so he had given up the label of communism and became a full-time writer. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ഐഡിയൽസുമായിട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു ഹി കുഡന്റ് റിലേറ്റ് ഹിസ് ഐഡിയൽ, അദ്ദേഹത്തിന്റെ ആ ഒരു ഹ്യൂമനിസ്റ്റിക് ഐഡിയൽസുമായിട്ട് ഈ പൊളിറ്റിക്കൽ ഐഡിയോളജീസ് അതത്ര ഒട്ടും തന്നെ മാച്ച് ആവാത്തത് കൊണ്ട് ഹി ഹാഡ് ഗിവൺ അപ്പ് ദ ലേബൽ ഓഫ് കമ്മ്യൂണിസം ആൻഡ് അദ്ദേഹം ഫുൾ ടൈം റൈറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു ഫുൾ ടൈം റൈറ്റർ ആയിട്ട് മാറി. ആൻഡ് ഒരു MP പോൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കോളേജിൽ കുറച്ചു കാലം അദ്ദേഹം വർക്ക് ചെയ്തു. അവിടെ വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ ബെറ്റർ ഹാഫ് റോസി പോളിനെ കണ്ടെത്തുന്നു ആൻഡ് ദേ ഗോട്ട് മാരീഡ് ഇൻ 1951. CJ worked as a writer in a magazine Chitrodayam and also as a producer in All India Radio. He was part of the Sahitya Pravartaka Sahakarana Sangham. സോ അദ്ദേഹം ചിത്രോദയം എന്ന് പറയുന്ന മാഗസീനിൽ അദ്ദേഹം ഒരു റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. ആൻഡ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്ന് പറയുന്നതിന്റെ ഒരു ഗ്രൂപ്പിന്റെ മെമ്പർ കൂടിയായിരുന്നു അദ്ദേഹം. ഒരു പ്ലേ റൈറ്റ് എന്നതിലുപരി ഹി വാസ് എ ക്രിട്ടിക് ആൻഡ് ഒരു ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. NBSന്റെ ലോഗോ അദ്ദേഹമാണ് ഡിസൈൻ ചെയ്തത്. ആൻഡ് വിമോചന സമരത്തിലൊക്കെ അദ്ദേഹം പാർട്ടായിട്ടുണ്ട്. And he died of brain tumor in 14 July 1960 in CMS Vellore. CMS Vellore lo vechana അദ്ദേഹം മരിക്കുന്നത് because of brain tumor. Then അദ്ദേഹത്തിന്റെ വർക്ക്സും അതിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ he was very much influenced by the biblical and Sophoclean world. And so he concentrated much of his dramatic scripts on the same themes, on these biblical themes, and also the influence of modernist dramatists like Bertolt Brecht. It is very much evident in the techniques of his works. And his major dramatic works include Avan Veendum Varunu, that is, Behold He Comes Again, and Aa Manushan Nee Thanne, You Are That Man. And he had also translated plays from other languages
mainly the translations of Greek plays. And all throughout his plays, this fascination towards the experimental theater is evident. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ഈ അവൻ വീണ്ടും വരുന്നു, അതാണ് ബിഹോൾഡ് ഹി കംസ് ഹോം അഗെയിൻ, ദെൻ ആ മനുഷ്യൻ നീ തന്നെ, യു ആർ ദാറ്റ് മാൻ. ഇതിലെല്ലാം തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു ഫാസിനേഷൻ ടുവേർഡ്സ് ദാറ്റ് എക്സ്പെരിമെന്റൽ തിയേറ്റർ അത് വളരെയധികം എവിഡന്റ് ആണ്. അതുപോലെ തന്നെ ഹി ഹാഡ് ട്രാൻസ്ലേറ്റഡ് മെനി പ്ലേസ് എസ്പെഷ്യലി ഫ്രം ഗ്രീക്ക് ലാംഗ്വേജ്. ഒരുപാട് പ്ലേസ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. Then his other major works include Religion and Communism, Socialism, Even Ende Priyaputran, Uyerunna Yavanika, The Rising Curtain, etc. So ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത്. The Rising Curtain, ഉയരുന്ന യവനിക, Religion and Communism, Socialism, പിന്നെ Even Ende Priyaputran, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ്. Okay, so നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ആൻഡ് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ഓക്കെ ഓക്കെ. ആൻഡ് Behold, He Comes Home Again എന്ന് പറയുന്ന വർക്ക്, which was in 1949. Behold, He Comes Again. It is the first play of CJ, and this modernist drama maps the socio-political insurgencies of an era through the life of a Christian family. It also resonates the return of Jesus Christ, which is expected to eliminate the evil and save the innocent people from their day-to-day sufferings. So here CJ, he dealt with the question of the second coming with all the contemporary social and political overtones. So ഇത് ഒരു മോഡേണിസ്റ്റ് ഡ്രാമ, സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസർജൻസസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രിസ്ത്യൻ ഫാമിലിയുടെ സ്റ്റോറി പറയുന്ന ഒരു മോഡേണിസ്റ്റ് ഡ്രാമയാണിത്. ഇതിൽ സെക്കൻഡ് കമ്മിങ് ആണ്. ബിഹോൾഡ് ഹി കംസ് അഗൈൻ, അവൻ വീണ്ടും വരുന്നു. സോ അത് ഒരു സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് കണ്ടംപററി സോഷ്യൽ സൊസൈറ്റിയുടെ കണ്ടംപററി പൊളിറ്റിക്കൽ ഓവർ ടോൺസ് ഒക്കെ വെച്ചിട്ട് അതുകൊണ്ട് റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ബിഹോൾഡ് ഹി കംസ് അഗൈൻ എന്ന് പറയുന്ന ടൈറ്റിൽ ഇറ്റ് റിലേറ്റ്സ് ടു ദാറ്റ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ആൻഡ് ടൈറ്റിൽ പറയുന്നത് അതിന്റെ ഈ ഒരു ഇറ്റ് റെസനേറ്റ്സ് ദ റിട്ടേൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിച്ച് ഇസ് എക്സ്പെക്റ്റഡ് ടു എലിമിനേറ്റ് ദ ഈവൽസ്. So this title, Behold He Comes Again, it resonates the return of Jesus Christ, which is expected to eliminate the evil and save the innocent people from their day-to-day sufferings. So here he dealt with the question of second coming of Jesus Christ. Okay, he dealt with the question of the second coming of Jesus Christ with all those social and political overtones. So Jesus Christ in the second coming ആണ് ഇതിൽ പറയുന്നത്, which is expected to eliminate the evil. ഈവിൾ എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് മനുഷ്യരെ, ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ അവരുടെ സഫറിങ്സിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ജീസസ് ക്രൈസ്റ്റിന്റെ സെക്കൻഡ് കമ്മിങ് ആണ് ഇതിൽ പറയുന്നത്. The absurd nature of human life with the hierarchical structure of the society, which can only blame the individuals and not to help them in the needful times, is exposed with utmost care in the play. So ഇവിടെ ഹ്യൂമൻ ലൈഫിന്റെ അബ്സേർഡ് നേച്ചർ
absurdity of human life, അതിനെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ, സൊസൈറ്റിയിലുള്ള ഹയറാർക്കിക്കൽ സൊസൈറ്റിയിലുള്ള ആ ഒരു സ്ട്രക്ചർ അത് എപ്പോഴും ഇൻഡിവിജ്വൽസിനെ മാത്രമേ ബ്ലെയിം ചെയ്യുള്ളൂ. അവരുടെ ആവശ്യത്തിനുള്ള സമയത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ളപ്പോൾ സഹായിക്കാൻ വേണ്ടി ഒന്നും ഉണ്ടാവില്ല. സഹായിക്കാൻ വേണ്ടി സൊസൈറ്റിയോ അവിടുത്തെ പൊളിറ്റിക്സോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇൻഡിവിജ്വൽസിനെ മാത്രം എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെയാണ് ഇതില്, ആ ഒരു അബ്സർഡ് നേച്ചർ അതിനെയാണ് ഇതില് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, then like most of his other plays, the central theme of the play is linked to the Bible and metaphorically points to the second coming of Jesus Christ. So this play is also linked to the Bible, biblical theme, and it put forward questions on the role of religion in the life of an individual, the impact of the political uprisings in the life of the poor people, and the essential questions on freedom for women. All these themes are mentioned or otherwise dealt with in this play by C.J. Thomas. So പ്രധാനപ്പെട്ട തീംസ് എന്ന് പറയുന്നത് റോൾ ഓഫ് റിലീജിയൻ ഇൻ ദ ലൈഫ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫിൽ റിലീജിയന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ദെൻ പൊളിറ്റിക്കൽ അപ്രൈസിങ്സ്, പുവർ പീപ്പിളിന്റെ ജീവിതത്തിൽ അത് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു, ദെൻ വിമൻ, സ്ത്രീ സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. Okay, so the important questions that was put forward by C.J. Thomas in his work is the role of religion in the life of an individual, how religion influences an individual, then the impact of political uprisings in the life of the poor people, and also the essential questions on freedom for women. All these themes are mentioned by C.J. Thomas in his play, Behold, He Comes Again. So, then the major characters. Mathukutti, Kunjuvarki, a pastor who is an Upadeshi. Then Sarama, another character, Mariamma, who is Mathukutti's mother. Then Raghavan, a factory worker, and also a midwife, an old woman. These are the major characters who were involved in this play. സോ ഇതൊക്കെയാണ് മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. മാത്തുക്കുട്ടി, കുഞ്ഞുവർക്കി, ഒരു പാസ്റ്റർ, ഉപദേശി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ദെൻ സാറാമ ഈസ് മാത്തുക്കുട്ടീസ് വൈഫ്. ദെൻ മറിയാമ്മ, ദെൻ രാഘവൻ അനദർ ക്യാരക്ടർ, ദെൻ ഓൾഡ് വുമൺ, മിഡ് വൈഫ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ സമ്മറി ഓഫ് ദ പ്ലേ. The play is divided into 3 acts with 3 scenes in each act. The concept of trio is made into the number of characters also. So ഇതില് 3 ആക്ട്സിലാണ് പറയുന്നത്. അതിൽ 3 സീൻസ് ആണ്. ഓരോ ആക്ടിലും ഓരോ 3 സീൻസ് ആണുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു കോൺസെപ്റ്റ് ഓഫ് ട്രയോ അത് ഇതില് പ്ലേ റൈറ്റ് ഇതില് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഹി presents 3 major male characters and also 3 female characters on stage. The presence of the pastor and Raghavan is alternating. As the one enters, the other exits. So ഇതില് 3 എന്നുള്ള ആ ഒരു ഫിഗർ അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. 3 major male characters, 3 major female characters. ആൻഡ് അതുപോലെ തന്നെ രാഘവന്റെ ക്യാരക്ടറും പാസ്റ്ററും മാറി മാറി വരും. Okay, that is the concept of Holy Trinity might have been in consideration during the construction of the plot, and also the playwright insists on the biblical theme of the second coming with the birth of the child which bears the name of Mathukutti.
So the writer tries to maintain that concept of Holy Trinity, okay, while creating these characters and also the acts of this play. And ഓരോ കോൺസെപ്റ്റും അദ്ദേഹം ആ ഒരു ഹോളി ട്രിനിറ്റി മനസ്സിൽ വെച്ചിട്ടായിരിക്കും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക. And each character in the play, they becomes an active indicator of the major problems in the society during the time of the play. ആ സമയത്തുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലംസിന്റെ ഒക്കെ എന്താണ് ആക്റ്റീവ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഓരോ ക്യാരക്ടേഴ്സും, ഓരോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ക്യാരക്ടറും. ആൻഡ് ഇതിന്റെ സമ്മറിയാണ് ഞാൻ ഇനി പറയുന്നത്. As I said, മൂന്ന് ആക്ട്സ് ആണ്. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻടു 3 acts and ഓരോ ആക്ടിലും 3 സീൻസ് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു ആക്ട് വൈസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് Act 1, Scene 1. In the first act, Scene 1, the drama begins with the detailed description of Mathukutti's house, which bears the signs of both religion and rebellion. Mathukutti's mother is roaming around in the room by showering abusive words on Sarama, Mathukutti's wife. So when the drama begins, we can see Mathukutti's mother and also Sarama, Mathukutti's wife. And in the background, we can hear a sound. A sound is being heard. He comes again. And these words were uttered by the pastor who enters the house and declares the inevitable ending of the world. So he advises the people of the house not to believe in persons of other castes, skeptics and astrology. So ഇവിടെ പാസ്റ്റർ അകത്തേക്ക് വരുന്നു. അദ്ദേഹം ആൾക്കാരെ ഉപദേശിക്കുകയാണ്. മറ്റ് കാസ്റ്റിൽപ്പെട്ട ആൾക്കാരെ വിശ്വസിക്കരുത്, സ്കെപ്റ്റിക്സിനെ വിശ്വസിക്കരുത്, അതുപോലെ അസ്ട്രോളജിയിൽ വിശ്വസിക്കരുത്. സോ ഹി ഡിക്ലെയർസ് ദ ഇന്നെവിറ്റബിൾ എൻഡിങ് ഓഫ് ദ വേൾഡ്. ലോക അവസാനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. സോ അവര് പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. And here we can see, ആദ്യത്തെ സീനിൽ തന്നെ we can see the dominating attitude of the mother. ആ മദറിന്റെ dominating attitude നമുക്ക് കാണാൻ സാധിക്കും. And then അവരുടെ conversation, they talk about different aspects of the society. They converse about various aspects of the society, including the onset of the war, which makes the life miserable, with the scarcity of the necessary items. So here, Second World War, the miserable life of people during the Second World War was also mentioned in this play. And then the words on war, it bring in the thoughts of Mathukutti, who has gone to the war front. And by the time the pastor leaves, and Kunjuvarki, another character, he arrives and hands over the news of Mathukutti's arrival that day. And hearing the news, Sarama faints. So Mathukutti, ഇവരുടെ കോൺവെർസേഷൻ വാറിനെ കുറിച്ചൊക്കെ പറയുന്നു, യുദ്ധത്തിന്റെ ആ ഒരു മിസറബിൾ ആസ്പെക്ട്സ് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സമയം പാസ്റ്റർ പോയപ്പോഴേക്കും അവിടെ കുഞ്ഞുവർക്കി കടന്നു വരുന്നു. ആൻഡ് കുഞ്ഞുവർക്കി അവിടെ വന്നപ്പോഴേക്കും കുഞ്ഞുവർക്കി ഒരു ന്യൂസും കൊണ്ടാണ് അവിടേക്ക് വരുന്നത്, അബൌട്ട് ദ അറൈവൽ ഓഫ് മാത്തുക്കുട്ടി. വാർ ഫ്രണ്ടിൽ നിന്ന് മാത്തുക്കുട്ടി തിരിച്ചു വരുന്ന കാര്യം പറയാണ്. ആൻഡ് ഹിയറിംഗ് ദിസ് ന്യൂസ്, സാറാമ ഫെയിൻസ്. ഓക്കെ, ആൻഡ് ഇതാണ് ആക്ട് 1 സീൻ 1 പറയുന്നത്. ആൻഡ് then moving on to the scene 2 of Act 1. Here in this scene, it reveals the illegitimate relationship between Sarama and Kunjuvarki, which has culminated in her pregnancy. So that is the reason why she faints when she heard the news of Mathukutti's arrival. There was an illegitimate relationship between Sarama and Kunjuvarki, and it resulted in her pregnancy. And the conversation between the two expresses the
guilty conscience of Sarama and also the feeble mindset of Kunyavarki. And the sound of the train, it announces the arrival of Mathukutti, and then the words of the pastor are to be heard in the background. He comes again. The doomsday is near. So ഈ ഒരു സീനില് സാറാമയും കുഞ്ഞുവർക്കിയും തമ്മിലുള്ള ആ ഒരു ഇല്ലെജിറ്റിമേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാഡ് റിസൾട്ടഡ് ഇൻ ഹർ പ്രഗ്നൻസി. സോ സാറാമയ്ക്ക് അതിൽ ഗിൽറ്റി കോൺഷ്യൻസ് ഒക്കെ ഉണ്ട്, ബട്ട് ദ ഫീബിൾ മൈൻഡ് സെറ്റ് ഓഫ് കുഞ്ഞുവർക്കി ഈസ് ഓൾസോ റിവീൽഡ്. ആൻഡ് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നു. ഇറ്റ് റിവീൽസ് ദ അറൈവൽ ഓഫ് മാത്തുക്കുട്ടി. മാത്തുക്കുട്ടിയുടെ അറൈവൽ ആണ് അതിൽ പറയുന്നത്. ആൻഡ് പാസ്റ്റന്റെ വേർഡ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. ഹി കംസ് അഗൈൻ, ദ ഡൂംസ് ഡേ ഇസ് നിയർ. വീണ്ടും അവൻ വീണ്ടും വരുന്നു. ഡൂംസ് ഡേ, ആ ഒരു ഡൂംസ് ഡേ അത് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് അടുത്തെത്തിയിരിക്കുന്നു. ആൻഡ് ദെൻ അടുത്ത സീൻ, in scene 3 we can see the mother. She complains and also accuses the war for the low quality provisions. And again we can hear the voice. He comes again in the background. And once again Sarama faints. And then the mother, she realizes the unexpected by examining her body. She understood that Sarama is pregnant, and Mathukutti comes at the very moment of this, and it is revealed through the subsequent dialogues that he has become blind while fighting in the war. So in the course of heated arguments, Kunyavarki admits his guilt and he leaves the place. So ഇവിടെ he comes again എന്ന് പറയുന്ന ആ ഒരു വോയിസ് അത് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ മദർ ആണെങ്കിൽ യുദ്ധം കാരണം ആവശ്യത്തിന് സാധനങ്ങളൊന്നും കിട്ടുന്നില്ല, കിട്ടുന്നതെല്ലാം ബാഡ് ക്വാളിറ്റിയിലുള്ളതാണ് എന്നൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നു. അതിനിടയ്ക്ക് സാറാമ വീണ്ടും ഫെയിന്റ് ചെയ്യുന്നു. ആൻഡ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. ദാറ്റ് അവളുടെ ബോഡി എക്സാമിൻ ചെയ്തുകൊണ്ട് തന്നെ ഷി റിയലൈസസ് ദാറ്റ് സാറാമ ഈസ് പ്രഗ്നന്റ്. അതേസമയം തന്നെ മാത്തുക്കുട്ടി അവിടേക്ക് വരുന്നു. ആൻഡ് പിന്നീടുള്ള ആ ഒരു ഡയലോഗ്സിലൊക്കെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഹാസ് ബിക്കം ബ്ലൈൻഡ്, ഓക്കെ, വൈൽ ഫൈറ്റിംഗ് ഇൻ ദ വാർ. ആൻഡ് ദെൻ കുഞ്ഞുവർക്കി ഈ ഒരു വളരെയധികം ആർഗ്യുമെന്റ്സ് ഉണ്ടാവുന്നു. ആൻഡ് കുഞ്ഞുവർക്കി അഡ്മിറ്റ്സ് ഹിസ് ഗിൽറ്റ് ആൻഡ് ഹി ലീവ്സ് ദ പ്ലേസ്. ആൻഡ് hearing this, Mathukutti, he became very much angry, and also Mariamma, Mathukutti's mother, both of them use scornful words against Sarama, and Sarama raises her voice and questions the whole institution of marriage in her context. Here CJ makes Mathukutti to utter the horrors of war in this context, and also at the end of the scene he consoles his wife. Okay, Sarama, she shows courage to raise her voice and questions the whole institution of marriage. And Mathukutti, he talks a lot and he utters the horrors of war in this context, and at last he somehow consoles his wife. And then it is Act 2. In scene 1 of Act 2, we can find Mathukutti. He couldn't adjust, or he couldn't accept Sarama as wife in that position after the turn of events. He had heard a lot of bad, but when Mathukutti heard this news about her illegitimate relationship with Kunyavarki, he couldn't accept her as wife again because of all these events. And he asks her about Kunyavarki and learns that he is still living in the village without engaging in any particular matter. And he thinks of leaving the family. Mathukutti thinks of leaving the family, but the thoughts about his mother makes him to give up the plan.
സോ ഇവിടെ ഈ ഒരു സീൻ 1 ആക്ട് 2 സീൻ 1 മാത്തുക്കുട്ടിക്ക് വൈഫിനെ ആ ഒരു പൊസിഷനിൽ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആൻഡ് അവളോട് കുഞ്ഞുവർക്കിയെ കുറിച്ച് ചോദിക്കുന്നു. അയാൾ ഒരു ജോലിയില്ലാതെ അവിടെ നടക്കുകയാണെന്ന് മനസ്സിലാവുന്നു. മാത്തുക്കുട്ടി അതുകൊണ്ട് വീട് വിട്ട് പോകാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷെ അയാളുടെ അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹി കുഡൻ ലീവ് ദ പ്ലേസ്. സോ അതിനു മുൻപ് തന്നെ സാറാമ്മ ഈ മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ മൊത്തത്തിൽ അവള് ചോദ്യം ചെയ്യുകയാണ്. ആൻഡ് മാത്തുക്കുട്ടി ഈ യുദ്ധത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ കുറിച്ച് പറയുന്നു. ആൻഡ് ഓൾസോ ഹി ട്രൈസ് ടു കൺസോൾ ഹിസ് വൈഫ്. അയാളുടെ വൈഫിനെ കൺസോൾ ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സോ അടുത്ത സീൻ 1 നമ്മൾ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. Then when scene 2 of act 2 begins, we can see a conversation between a stranger and Mathukutti. He calls the name of the stranger, and from that we can identify his name as Raghavan. And both Mathukutti and Raghavan are talking about the explosives and also about the onset of a rebellion. And here Raghavan is asking Mathukutti to join them for a greater cause. And Mathukutti is confused over the matter as he has to leave his mother for the same. And when Pastor enters the scene, Raghavan leaves. And it is evident from the dialogues that Mathukutti's mother has become weak and she needs the help of others to move around. And the pastor seeks the help of Kunyavarki to bring medicines for the mother. So ഇവിടെ ഈ ഒരു സീനില് മാത്തുക്കുട്ടി ഒരു സ്ട്രേഞ്ചറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. സ്ട്രേഞ്ചറിന്റെ പേര് രാഘവൻ ആണ് എന്ന് മാത്തുക്കുട്ടി അഡ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. അവര് ഒരു റെബല്യനെ കുറിച്ച് പറയാണ്. ആൻഡ് രാഘവൻ ഇസ് ആസ്കിങ് മാത്തുക്കുട്ടി ടു ജോയിൻ ദാറ്റ് റെബല്യൻ. ആ ഒരു റെബല്യനെ ജോയിൻ ചെയ്യാനായിട്ട് മാത്തുക്കുട്ടിയോട് രാഘവൻ ആവശ്യപ്പെടാണ്. Here we can see Raghavan asking Mathukutti to join that rebellion, but Mathukutti is very much ready to join the rebellion for a greater cause. But he is thinking about his mother, who is very much weak at that point. So he was in a confusion whether to join that rebellion or not. And here we can see the pastor asking the help of Kunyavarki to bring medicines for the mother. So കുഞ്ഞുവർക്കിയോട് പാസ്റ്റർ ആവശ്യപ്പെടുകയാണ് മദറിന് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. Then in the next scene we can see the mother who has become too weak, and Kunyavarki comes with the medicine. He comes with the medicine which was asked by pastor, and in the conversation between Mathukutti and Kunyavarki, Mathukutti indicates his decision to leave the place within a short span of time. So he wanted to leave that place because he couldn't adjust with that situation. And the pastor goes back from the scene calling out for the second coming. The pastor is always hearing, uttering the words, "He comes again." Even after taking the medicine, the mother cries out of sickness and finally dies. So in this scene, in scene 3, we can see the death of Mathukutti's mother. And just after her death, Mathukutti leaves the house as he feels that the only binding force to that house has been lost. So he feels that there was only a relationship between his mother and him. So he wanted to escape from that place, but the thought of his mother, it only keep on going like that. Otherwise, he was sticking to his family only because of the thought of his mother. But now, when his mother was dead, he leaves the house as he feels that the only binding force to that house has been lost with the death of his mother. So അമ്മയുടെ മരണത്തിന് ശേഷം മാത്തുക്കുട്ടി അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിക്കുന്നു. അയാൾ അവിടെ നിന്ന് പോകുന്നു. ആൻഡ് പാസ്റ്ററിന്റെ ശബ്ദം നമുക്ക് അവിടെ കേൾക്കാൻ പറ്റും. ഹി കംസ് അഗൈൻ, സെക്കൻഡ് കമ്മിങ്ങിന്റെ അനൗൺസ്മെന്റ് നടത്തുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ആൻഡ് അടുത്തത് now it is act 3. In scene 1 of act 3, it is the scene is laid at Mathukutti's house, and there we can see Kunyavarki and Sarama engaged in a conversation with regard to the expected child.
and there the pastor enters, and there with the arrival of this pastor, the scene becomes gruesome with the thoughts of rights and wrongs in their life. The pastor claims that as Sarama is Mathukutti's wife, Kunjavarki cannot claim her to be his wife. The institution of religion itself is being questioned, as both of them argue that church need not have much role in the life of individuals. So അവിടെ ഒരു ഹീറ്റഡ് കോൺവെർസേഷൻ നടക്കുന്നു. ചർച്ചിന് ഇൻഡിവിജ്വൽസിന്റെ ലൈഫിൽ ഒരു റോളും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ കോൺവെർസേഷൻസ് നടക്കുന്നു. സോ പാസ്റ്റർ പറയുന്നു സാറാമ്മ മാത്തുക്കുട്ടിയുടെ വൈഫ് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് നോ റോൾ ഫോർ കുഞ്ഞുവർക്കി ഇൻ ഹർ ലൈഫ്. കുഞ്ഞുവർക്കിക്ക് അവളിൽ ഒരു ക്ലെയിമും ഇല്ല എന്ന് പാസ്റ്റർ പറയുന്നു. ആൻഡ് Kunjavarki also argues that it is not the soul that needs help, but the needy people. So here his words clearly portray the hypocritical nature of the society, where a lonely woman will be haunted with all kinds of negative remarks and attitudes. Even religion fails to protect such existence. So here, listening to the argument of the pastor that she is still Mathukutti's wife, Sarama pulls out and throws away the thali, that is that sacred thread. So അവള് ഈ എന്താണ് പാസ്റ്ററിന്റെ വാക്കുകളൊക്കെ കേട്ടപ്പോഴേക്കും ഷീ ത്രോസ് അവേ ദ താലി, ആ ഒരു താലി അവള് പൊട്ടിച്ചെറിയുന്നു. ആൻഡ് കുഞ്ഞുവർക്കി ഒരുപാട് കാര്യങ്ങൾ പറയുന്നു, സൊസൈറ്റിയുടെ ആ ഒരു ഹിപ്പോക്രിറ്റിക്കൽ നേച്ചർ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ ഒറ്റയ്ക്കാകുന്ന സ്ത്രീകളെ എല്ലാവരും നെഗറ്റീവ് ആർഗ്യുമെന്റ്സ്, നെഗറ്റീവ് കമന്റ്സും റിമാർക്സും ഒക്കെ ആയിരിക്കും നടത്തുക എന്ന് അദ്ദേഹം പറഞ്ഞു. ആൻഡ് റിലീജിയനെ പോലും ഇത്തരത്തിൽ സിറ്റുവേഷനിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു. And the argument continues, and Kunjavarki declares that it is not God who is troubling him, but the human beings. And their conversation reaches a point where the annoyed pastor leaves the place with the threatening reminders of religion. And Sarama reflects on Mathukutti's condition, and Kunjavarki says that he is jealous of the other person, that is Mathukutti. He is jealous of Mathukutti because Sarama was his wife once. So he was very much jealous of Mathukutti. So സാറാമയ്ക്ക് മാത്തുക്കുട്ടിയുടെ കണ്ടീഷനിൽ ഒരു ഇത് തോന്നുന്നു, ആൻഡ് ഷീ thinks about Mathukutti, and Kunjavarki says that അയാള് മാത്തുക്കുട്ടിയുടെ ജെലസ് ആണ്, ബിക്കോസ് ഇവൾ വൺസ് ഇയാളുടെ ഭാര്യയാണ് എന്നതിൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ജെലസ് ഫീലിംഗ് ഉണ്ട് എന്ന് അയാൾ പറയുന്നു. And in the next scene, we can see Sarama engaged in a conversation with an old woman, a midwife. This old woman is the midwife, and the old woman oru midwife aanu. And Saramയുടെ condition എന്താണ് അത്ര and finds the former's condition quite acceptable, as she says that for the poor there may not be any thought of disgrace. Poor people no disgrace in the thought ഒന്നും വരുന്നില്ല എന്ന് പറയുന്നു. There Kunjavarki comes without any news of Mathukutti and tells that there is a strike going on in the factory, and the police fired at the protesters, which made it difficult even to see Raghavan. So Sarama had earlier reflected on Mathukutti's condition, and now Kunjavarki he comes without any news on Mathukutti. He couldn't get any news on Mathukutti, and there is a strike going on in the factory, and police had fired at the protesters, and so he was not able to see Raghavan there. And hearing this, that old woman, that midwife, starts for home because her son is also working in that factory. So മാത്തുക്കുട്ടിയുടെ ഒരു വിവരവും കുഞ്ഞുവർക്കിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതായത് ബിക്കോസ് അവിടെ ഒരു സ്ട്രൈക്ക് ഫാക്ടറിയിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് രാഘവനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ രാഘവനിലൂടെ മാത്തുക്കുട്ടിയുടെ ഒരു വിവരവും ലഭിച്ചില്ല. ആൻഡ് ഈ ഒരു സ്ട്രൈക്കിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ആ ഓൾഡ് വുമൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അവളുടെ വീട്ടിലേക്ക് പോകുന്നു. കാരണം ഷീ ഈസ് അഫ്രേഡ് ബിക്കോസ് ഹർ സൺ ഇസ് ഓൾസോ വർക്കിംഗ് ഇൻ ദാറ്റ് ഫാക്ടറി. സോ അതിനുശേഷം then there follows a conversation between Kunjavarki and Sarama. They ponders over the difficulty of even getting a job after tearing themselves away from the community.
കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താവുമ്പോൾ ഒരു ജോലി കിട്ടുന്നതിന്റെ അത്യാവശ്യകതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ഡിഫിക്കൽറ്റിയെ കുറിച്ച് അവർ സംസാരിക്കുന്നു. സോ ഈ പ്രോബ്ലംസ് എല്ലാം ഫാക്ടറിയിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. സോ കുഞ്ഞുവർഗിക്ക് ഈ പ്രോബ്ലംസ് എല്ലാം മാറിയതിനു ശേഷം ഫാക്ടറിയിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ then we can see Sarama. Her words reveal the pretentious nature of the society, where the killing of the illegitimate child is more acceptable than the birth of such a child. She asks for the favor of calling the child in the name of her ex-husband, and Kunjuvarki deters for the same and decides to remove Mathukutti's picture from the wall. സോ ഇതിനിടയ്ക്ക് മാത്തുക്കുട്ടിയെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല. സോ അവർക്കുണ്ടാവുന്ന കുഞ്ഞിന് എന്താണ് മാത്തുക്കുട്ടിയുടെ പേര് നൽകാമെന്ന് സാറാമ്മ ആവശ്യപ്പെടുന്നു. ആൻഡ് കുഞ്ഞുവർക്കി അതിനോട് യോജിക്കുന്നു. ആൻഡ് he also decides to remove the picture of Mathukutti from the wall. And the very moment of removing it from the wall, Raghavan comes to announce the death of Mathukutti in the police firing in the factory. So when Kunjuvarki, when he removed Mathukutti's picture from the wall, Raghavan came there with the news of the death of Mathukutti. So ആ ഒരു പിക്ചർ വാളിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ രാഘവൻ അവിടേക്ക് വന്നു. He announces the death of Mathukutti. Mathukutti had become a martyr for the cause of the factory workers. സോ ഫാക്ടറി വർക്കേഴ്സിനുള്ള ഒരു മാർട്ടയർ, ഒരു രക്തസാക്ഷി എന്നുള്ള രീതിയിൽ മാത്തുക്കുട്ടി മാറിയിരിക്കുകയാണ്. ആൻഡ് പോലീസിന്റെ ആ ഒരു പോലീസ് ഫോഴ്സിന്റെ ഒരു ക്രൂവൽ സൈഡ് കൂടിയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് രാഘവൻ കുഞ്ഞുവർക്കിയെ ഫാക്ടറിയിൽ പോകുന്നത്, ആ സ്ഥലത്തോട്ട് പോകുന്നതൊക്കെ ഡിസ്കറേജ് ചെയ്യുന്നു. ബിക്കോസ് ദേ ഹാവ് ബേൺ ദ ഡെഡ് ബോഡീസ് ബൈ സ്പ്രേയിങ് കെറോസിൻ ഓവർ ദം. കെറോസിൻ ഒഴിച്ച്, മണ്ണെണ്ണ ഒഴിച്ച് ഡെഡ് ബോഡീസ് എല്ലാം കത്തിച്ചു, അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു. ആൻഡ് ഹിയറിംഗ് ദിസ് ന്യൂസ് ഓഫ് മാത്തുക്കുട്ടീസ് ഡെത്ത്, നൗ Kunjuvarki places the photo in the same position by saying that even to get the wages for him, Mathukutti would be doing his part. So വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ ആ പ്ലേസ്, he places that photo വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ വെക്കുന്നു. കാരണം എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ പോലും ഇതിന്റെ ഈ ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ആൻഡ് ഇൻ scene 3 of Act 3, we can see Raghavan and Kunjuvarki engaged in a conversation. They are expecting the delivery. Even at that time of early morning, the voice of the pastor is heard. He enters and Raghavan exits. So Raghavanum Kunjuvarkiyum conversationilana. They are expecting the delivery of Sarama. ആ സമയത്ത് പോലും ഏർലി മോർണിംഗിൽ പോലും പാസ്റ്ററിന്റെ ശബ്ദം കേൾക്കാം. പാസ്റ്റർ അവിടേക്ക് വന്നപ്പോഴേക്കും രാഘവൻ അവിടുന്ന് പോകുന്നു. Here we can see Kunjuvarki questions the religion which separates the sinner from the sin. To him it is absurd to separate the man from his virtue or sin. So even after the death of Mathukutti, the pastor is unable to accept Sarama and Kunjuvarki as life partners. At the end of the play, the old woman announces the birth of the son, and Kunjuvarki decides to name him as Mathukutti in accordance with Sarama's wish. And the play ends with the voice announcing he comes again. So ഇവിടെ ലാസ്റ്റ് ഇപ്പോ പോലും പാസ്റ്ററിന് ഇവരുടെ റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. സാറാമ്മയുടെയും കുഞ്ഞുവർക്കിയുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട്, അവരെ ലൈഫ് പാർട്ട്നേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പാസ്റ്ററിന് സാധിക്കുന്നില്ല, ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മാത്തുക്കുട്ടി. സോ കുഞ്ഞുവർക്കി റിലീജിയനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സിന്നറിനെ സിന്നിൽ നിന്ന് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതായത് ഒരു മനുഷ്യനെ അയാളുടെ വെർച്യൂവിൽ നിന്നോ സിന്നിൽ നിന്നോ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ അതേ സമയത്ത് ഈ ഒരു പ്ലേ അവസാനിക്കുമ്പോഴേക്കും
the old woman, the midwife, announces the birth of a son. ഒരു മകന്റെ ജനനത്തെ കുറിച്ച് പറയുന്നു. ആൻഡ് കുഞ്ഞുവർക്കി അവന് മാത്തുക്കുട്ടി എന്ന പേര്, സാറാമ്മയുടെ ആഗ്രഹപ്രകാരം മാത്തുക്കുട്ടി എന്ന പേര് കൊടുക്കാനായിട്ട് തീരുമാനിക്കുന്നു. ആൻഡ് ഈ പ്ലേ അവസാനം ഹി കംസ് അഗൈൻ എന്ന് വോയിസ് അനൗൺസ് ചെയ്തുകൊണ്ട്, ആ ഒരു ഇത് അനൗൺസ് ചെയ്തുകൊണ്ട് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് here in this play, we can see CJ, the writer, has questioned the prevailing notions of religion and social life, and also the place of an individual in the framework of family. Family oru individual de importance, notions of religion and social life, idinekku question cheyana. It is written in the context of the Second World War, and it ponders over the concept of morality, sin, and also the institution of marriage. The announcement of the second coming is also quite ambiguous, as whether it is placed in the religious context or the playwright is indicating the birth of a new world where the rights of the poor are safeguarded with the emerging political ideologies of the time. So ഇത് ഏതൊരു രീതിയിലാണ് അനൗൺസ്മെന്റ് സെക്കൻഡ് കമ്മിങ് പറഞ്ഞിരിക്കുന്നത്, റിലീജിയസ് കോണ്ടെക്സ്റ്റിലാണോ അതോ പുതിയ പൊളിറ്റിക്കൽ ഐഡിയോളജീസിന്റെ എമർജൻസ് ആണോ എന്നത് ക്ലിയർ അല്ല. സോ ഇതിൽ മൊറാലിറ്റി, സിൻ, അതുപോലെ മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിനെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, ആൻഡ് ഈച്ച് ക്യാരക്ടർ in the play becomes an active indicator of the major problems in the society during the time of the play. Through the character of Mariamma, that is Mathukutti's mother, the playwright portrays an ever-complaining traditional world. And ഓരോ ക്യാരക്ടേഴ്സിലൂടെയും സൊസൈറ്റിയിലുള്ള ഓരോ മേജർ പ്രോബ്ലംസിനെയാണ് റൈറ്റർ പറയുന്നത്. മറിയാമ്മ എന്ന മാത്തുക്കുട്ടിയുടെ ക്യാരക്ടറിലൂടെ പ്ലേ റൈറ്റ് എന്താണ്, എപ്പോഴും കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വേൾഡിനെയാണ് പറയുന്നത്. So in the three women characters who appear in the play, the writer contrasts the middle class ideologies of Mariamma with that of the modernist notions as evolving through the conversations of Sarama and also the old woman. Sarama tries to etch out a world of her own, yet being caught up in the mesh of the social stigmas. And the old woman presents a world of the poor, where the laws are laid out for the people to live rather than to be stigmatized by the society. So ഈ മൂന്ന് ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, മറിയാമ്മ എന്ന് പറയുന്നത് എപ്പോഴും എവർ കംപ്ലൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സാറാമ്മ എന്ന് പറഞ്ഞാൽ ഒരു മോഡേണിസ്റ്റ് നോഷൻസ് കാണിക്കുന്ന ഒരു വുമൺ ആണ്. ആൻഡ് ഓൾഡ് വുമൺ ആണെങ്കിൽ പുവർ പീപ്പിളിന്റെ ആ ഒരു വേൾഡ് കാണിക്കുന്നതാണ് ഓൾഡ് വുമൺ. And then the male characters in the play, they go through various processes to be conditioned for the dawn of a new era. The war shapes Mathukutti to accept the bitter truths in his life and to submit his life for the cause of the common man. And Kunyavarki remains to be the humanistic phase of the play, where his sin is corrected with the acceptance of the sinner who partakes in the activity. And the pastor and the factory worker Raghavan expose the two faces of a society where religion limits the activities of the individual, while the other one opens up the vast expanse of liberation and freedom. Thus, the play becomes a clarion call to the emergence of a new era, which is more humanistic than the earlier one. So, ഓരോ ക്യാരക്ടേഴ്സിലൂടെ മെയിൽ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. മാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ ബിറ്റർ ട്രൂത്ത്സ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് വാറിലുള്ള എക്സ്പീരിയൻസ് വളരെയധികം സഹായിക്കുന്നു. അതേസമയം കുഞ്ഞുവർക്കി ആണെങ്കിൽ ഈ പ്ലേയുടെ ഒരു ഹ്യൂമനിസ്റ്റിക് ഫേസ് ആയിട്ട് കാണിക്കുന്നത്, അവിടെ അദ്ദേഹത്തിന്റെ സിന്നർ വിത്ത് ദ അക്സെപ്റ്റൻസ് ഓഫ് ദ സിന്നർ ഹു പാർട്ടേക്സ് ഇൻ ദ ആക്ടിവിറ്റി, ഹിസ് സിൻ ഇസ് കറക്റ്റഡ്. അദ്ദേഹത്തിന്റെ ആ ഒരു തെറ്റ് അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നു. ഇവിടെ പാസ്റ്ററും ഫാക്ടറി വർക്കറും അവര് സൊസൈറ്റിയിലുള്ള രണ്ട് ഫേസസിനെ കാണിക്കുന്നു. റിലീജിയൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ ആക്ടിവിറ്റീസിനെ ലിമിറ്റ് ചെയ്യുന്നു, പക്ഷെ മറ്റൊന്ന് ലിബറേഷൻ, ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീഡം അതിനെ ഓപ്പൺ അപ്പ് ചെയ്യുന്നു മറ്റൊരാള് രാഘവനിലൂടെ.
മറ്റൊരാളെന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണ് എല്ലാം. റിലീജിയൻ ഇൻഡിവിജ്വലിനെ ലിമിറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് പാസ്റ്റർ എന്ന് പറയുന്നത്. അതേസമയം രാഘവൻ അദ്ദേഹത്തിന് ലിബറേഷൻ, ഫ്രീഡം എന്നുള്ള ആ ഒരു അതിനെക്കുറിച്ച് ഓപ്പൺ അപ്പ് ചെയ്യുന്നു. സോ ഇതൊരു പുതിയൊരു ഈറ, അതിന്റെ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബിഗിനിങ് ആണ് ഈ ഒരു പ്ലേ പറയുന്നത്. ഹി കംസ് അഗൈൻ എന്ന് പറയുന്നത്, ബിഹോൾഡ് ഹി കംസ് അഗൈൻ എന്ന് പറയുന്നത് ന്യൂ ഈറ, അതിന്റെ ഒരു എമർജൻസ് ആയിട്ട് വി കൻ കൺസിഡർ ദാറ്റ്. Okay, did you understand? മനസ്സിലായോ? Yes. So ഇതാണ് he comes, behold he comes again എന്ന് പറയുന്ന പ്ലേ. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സിലുള്ളയും ഒരു 2 മെറ്റീരിയൽസ് ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ യു? അന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡിങ്സ് ആണ്. ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിരുന്നോ? എത്ര യാദൃശ്ചികം, പോയമോ, അനദർ വൺ, സൗപർണിക. ഓക്കെ, അത് യൂസ്ഫുൾ ആണോ? അതെന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടോ? ഓക്കെ, സോ മറ്റ് ഇതുപോലത്തെ വർക്ക്സും ഞാൻ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ഷെയർ ദ ലിങ്ക് ടു യു. ഇന്നത്തെ വർക്ക്സിന്റെയും റെക്കോർഡിങ്സ് ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം, ഇന്ന് തന്നെ ഷെയർ ചെയ്തേക്കാം ഗ്രൂപ്പിൽ. ഓക്കെ, ഞാൻ പ്രത്യേക ഒരു പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടാണ് ഇതിലിപ്പോ ഇത് നിങ്ങൾക്ക് മൊത്തത്തിൽ ഈ ഒരു വർക്കിന്റെ ഒരു പവർ പോയിന്റ് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വർക്കിന്റെ മാത്രമായിട്ട് പവർ പോയിന്റ് ചെയ്ത് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് ഐ വിൽ ഷെയർ ഇറ്റ് വിത്ത് യു. ഓക്കെ, ഇന്ന് തന്നെ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സോ ഒരു 10 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം നമുക്ക് അടുത്തത് തുടങ്ങാം. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് ഒരു 10 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബ്രേക്ക്. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ, so please wait, let me take. Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന നോവൽ നമുക്ക് നോക്കാം. ഫസ്റ്റ്, about the writer P. Sachidanandan, popularly known as Anand. He is one of the most celebrated writers of modern Malayalam fiction. His works generally deal with the fundamental issues of humanity set in historical context with a touch of philosophy. So അദ്ദേഹത്തിന്റെ വർക്ക്സ് കൂടുതലും
humanitarian issues ആയിരിക്കും കൂടുതലും പറഞ്ഞിരിക്കുക. There was a touch of philosophy in it. And his works are often experimental in nature. And he is preoccupied with the use and abuse of power and how it affects the common people. So, ഒരു പവർ അത് എങ്ങനെയാണ് കോമൺ പീപ്പിളിനെ എഫക്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. Okay. So, a major recurring theme in most of Anand's works is the way power and its various abusive manifestations inflict torturous pain and suffering on common people. So, എങ്ങനെ സാധാരണ ആൾക്കാർക്കിടയിൽ ഈ പവർ എന്ന് പറയുന്ന ആ ഒരു അധികാരം എങ്ങനെയാണ് ആൾക്കാരിൽ എഫക്ട് ചെയ്യുന്നത്. So, this is a major recurring theme in most of Anand's works. The way power and its various abusive manifestations inflict torturous pain and suffering on common people. How this power affects common people. He has written many novels, novellas, short stories, articles, and even dramas. And in most of his works, he discusses the importance of power, how it affects common people. And his popular works include മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ദാറ്റ് ഇസ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, ആനന്ദിന്റെ നോവല്ലകൾ, എക്സെട്ര. He has also received many awards, including Sahitya Akademi Award, Vayalar Award, Odakural Award, Muttathvarki Award, Vallathol Award, etc. So, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സ് എന്ന് പറയുന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധന്റെ യാത്രകൾ, ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം. All these are his major works. So, death certificate എന്ന് പറയുന്ന വർക്ക് moving on to this work, death certificate. It was originally written and published in Malayalam in 1974 and was translated into English by Geetha Krishnankutti. So, this work was translated into English by Geetha Krishnankutti and it was published in Malayalam in the year 1974. In this novella, Anand displays a world of nightmare where the individual is at a loss to find meanings about his existence as the bureaucratic machinery stamps an indelible mark in the personal as well as the public life of the common man. Here in this work, the central character in the story goes in search of the death certificate of a person who is quite close to him, yet reveals no name or other details of the person. So, what is the relationship between the character with that dead person? It was not revealed in this story, and the character himself is without a name, and all the others are identified by their positions and not by their names. So, here there are many characters like librarian, the crematory clerk, a communist friend. They were not given any names. They were only identified by their positions. Okay, all are identified by their respective positions in the society. The writer had not given any names even for that central character. Okay, so the relationship between this character and the dead person is also not revealed in this story. So this person is in search of the death certificate of a person who is quite close to him. Okay, what is the relationship between them? It is not revealed in this story. And the characters presented in the story is also without any name. Their positions are only revealed. They are identified by their respective positions in the society.
ഓക്കെ, എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്യാരക്ടറിന് സെൻട്രൽ ക്യാരക്ടറിന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഐ ഹാവ് ഈ പി പി ടിയില് ഈ ഒരു വർക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. വെൻ ഐ സെൻഡ് യു ദ പി പി ടി ഐ വിൽ ഇൻക്ലൂഡ് ദിസ് ആൻഡ് സെൻഡ്. ഓക്കെ, സോ ഈ ഒരു വർക്ക് 1974 പബ്ലിഷ് ചെയ്തത്. ഇതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗീതാ കൃഷ്ണൻകുട്ടിയാണ്. സോ ഇതില് ഒരു ഇൻഡിവിജ്വൽ അയാൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ ആരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ആരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെന്നോ അല്ലെങ്കിൽ ഈ ക്യാരക്ടറിന്റെ പേരോ ആരാണോ, അതായത് അയാളുടെ റിലേറ്റീവ് ആണോ അതോ ഇനി അയാളുടെ തന്നെയാണോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മീൻസ് ആരുടെ ക്യാരക്ടർ ആണ്, ഏത് ക്യാരക്ടറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണ്, അയാളുമായിട്ട് ഇയാൾക്കുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതൊന്നും ഇതിൽ പറയുന്നില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒരു ലൈബ്രറിയൻ, ഒരു ക്രിമേറ്ററി ക്ലർക്ക്, ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട്, ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഈ ഒരു പൊസിഷൻ വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആരുടെ തന്നെ പേരോ ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. So moving on to the summary of the work. When this novel, Death Certificate, begins, the central character is at the crematorium, asking the crematory clerk for the death certificate of a person who passed away last Tuesday. With no other proof for the same, the character produces the receipt that he got from the firewood seller during the funeral function, and the clerk informs him to come after a week. സോ ഇവിടെ നോവൽ ബിഗിൻ ചെയ്യുമ്പം ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി നിൽക്കുകയാണ് അറ്റ് എ ക്രിമറ്റോറിയം. അവിടുത്തെ ക്രിമറ്റോറി ക്ലർക്കിന്റെ അടുത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ്, കഴിഞ്ഞ ട്യൂസ്ഡേ മരിച്ചുപോയ ഒരാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയാണ്. അതിന് അയാൾക്ക് വേറെ പ്രൂഫ് ഒന്നുമില്ല. ഫയർവുഡ് സെല്ലറിന്റെ അവിടെ നിന്ന് കിട്ടിയ ഒരു റെസീറ്റ് മാത്രമാണ്, ഫ്യൂണറൽ ഫംഗ്ഷന്റെ ആ ഫയർവുഡ് സെല്ലറിന്റെ അവിടെ നിന്ന് കിട്ടിയ ഒരു റെസീറ്റ് മാത്രമാണ് അയാളുടെ കയ്യിൽ ആകെയുള്ളത്. ആൻഡ് ക്ലർക്ക് എന്ത് പറയുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. സോ അയാള് ഇതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറെ പ്രോസസ് ഇതിലൂടെ കടന്നു പോകുന്നു. He thinks that death is what erases all the signs of a person, and the society aids that procedure in the guise of the crematory clerk and others who help to carry the corpse to the crematorium. So this person was in search of a certificate of a dead person, of a person who passed away last Tuesday. And this crematory clerk asked him to come after a week. So each and every time this clerk asks for something, and when he finally gets it, the farmer refutes the argument. So ഓരോ പ്രാവശ്യം ഇയാൾ പോകുമ്പോഴേക്കും ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓരോ പ്രാവശ്യം ഇയാൾ ഈ ക്ലർക്കിന്റെ അടുത്തേക്ക് പോകുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ ഫോമർ, അതായത് ഈ ക്ലർക്ക് ഓരോ കാര്യങ്ങൾ പറയും. ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് പറയും. ഒരു പ്രാവശ്യം ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയും, വേറൊരു പ്രാവശ്യം വേറൊരു റെസീറ്റിന്റെ, അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ അതിനുശേഷം the next time he goes to the crematory clerk, the latter reports that the death certificate should be obtained from the municipal death office. Suddenly, the cordial attitude of the clerk gives way to an arrogant voice with which he blames the character for not remitting the registration fee and the application form towards the same. After a while, he calculates the whole thing and asks the character to remit 30 rupees for the purpose of getting the certificate. The character is at a loss as he thinks that without the certificate, his life will become quite meaningless. സോ ആർക്ക് വേണ്ടിയാണെന്ന് പറയുന്നില്ല ഡെത്ത് സർട്ടിഫിക്കറ്റ്, പക്ഷെ എന്നാൽ കൂടിയും ആ സർട്ടിഫിക്കറ്റ് ഈ ക്യാരക്ടറിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത പ്രാവശ്യം ക്രിമറ്ററി ക്ലർക്കിന്റെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ പറയുന്നു ഡെത്ത് സർട്ടിഫിക്കറ്റ് മുനിസിപ്പൽ ഡെത്ത് ഓഫീസിൽ നിന്നാണ് കിട്ടേണ്ടത്. അയാൾ പെട്ടെന്ന് അയാളുടെ ശബ്ദമെല്ലാം മാറുന്നു, അരഗന്റ് വോയിസ് ആയി മാറുന്നു. അയാൾ ഈ ക്യാരക്ടറിനെ കുറ്റം പറയുന്നു, അതായത് രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടില്ല, ആപ്ലിക്കേഷൻ ഫോം ചെയ്തിട്ടില്ല. സോ ഇതിനെല്ലാം കൂടെ അയാൾ കണക്ക് കൂട്ടി ഒരു 35 rupees പറയുകയും ചെയ്യുന്നു ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ്. ഓക്കെ, then
The crematory clerk's register becomes a puzzle, as every time the character produces some kind of receipt, the clerk puts it in the register, and the next time when he asks for that the same, it won't be there, complicating the issuance of the certificate. The mesh-like nature of the government system gets a parallel in the official proceedings that the character undergoes at the office of the crematory clerk. So ഇവിടെ ഇയാൾ ഓരോ പ്രാവശ്യം ഓരോ റെസീറ്റ് കൊണ്ടുവരും, പക്ഷെ അടുത്ത പ്രാവശ്യം പോകുമ്പോഴേക്കും ആ റെസീറ്റ് അയാളുടെ ഫയലിൽ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേക്കും ഈ സർട്ടിഫിക്കറ്റ് എന്താണ് കിട്ടാനായിട്ട് ഇയാൾക്ക് ഒരുപാട് താമസം വരുന്നു. ഈ ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ആ ഒരു പ്രൊസീജിയർ ആണ് ഇതിലൂടെ റൈറ്റർ പറയുന്നത്. So here the character reflects the person who has died remains to be in a position where he never crosses the ages, in contrast to those who are living. He assumes that death immortalizes everyone with the existence in the columns of the crematory clerk at the specific point of their death. They won't get aged after that point of time, while the living humans are getting old every moment in the life's records. So the dead immortalizes themselves in the register of the crematory clerk and declares the register as the proof of their existence. So റൈറ്റർ ഇതിൽ പറയുന്നുണ്ട് മരിച്ചവർ ഇമ്മോർട്ടലൈസ്ഡ് ആണ്, കാരണം അവർ ആ ഒരു രജിസ്റ്ററിൽ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. ജീവിച്ചിരിക്കുന്നവരാണ് ഇങ്ങനെ ഏജ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ആൻഡ് ഓരോ ക്യാരക്ടറിനെ കാണുന്നത് പറയുന്നുണ്ട് ഇതില്. ഒരു ലൈബ്രറിയൻ ക്യാരക്ടറിനെ പറയുന്നു, അയാള് ഒരുപാട് സഹായിക്കുന്നു ഇയാളെ. പിന്നെ റിച്വൽസിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. സോ ഇതിനിടയ്ക്ക് വെച്ച് ഈ ക്രിമറ്ററി ക്ലർക്കിന്റെ കുട്ടികളുമായിട്ട് അയാള് എന്താണ് ഇവിടെ വെച്ച് കാണുമ്പോഴേക്കും ആ കുട്ടികളോടുള്ള അഫെക്ഷൻ ഇയാൾ കാണിക്കുന്നു. ബിസ്ക്കറ്റ്സും ഈറ്റബിൾസും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നു. ആൻഡ് this character loses his patience when the crematory clerk demands him to hand over the birth certificate so as to obtain the death certificate. So death certificate കിട്ടണമെങ്കിൽ birth certificate വേണമെന്ന് crematory clerk പറയുന്നു. സോ ഇയാൾക്ക് ഇതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. ആൻഡ് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. So whenever he reaches this crematory clerk's office, he asks for new documents. ഓരോ പുതിയ documents ആയിട്ട് ആവശ്യപ്പെടുന്നു. And to aggravate the situation, a new crematory clerk replaces the old one, submerging all the proofs in the sea of time. Thus, he visits the municipal death office in search of the ultimate reality with which he can prove the existence of the dead rather than the living. Then he tries to find the details about the clerk who might have been transferred to the war front, for he is the one who handled the proof to obtain the certificate. So ഈ ഒരു സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഫയൽ കിട്ടാനില്ല. അയാൾ ഓരോ റെസീറ്റ് ആയിട്ട് പറയുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു. അതിന്റെ ആ ഒരു സിറ്റുവേഷൻ അഗ്രവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്രിമേറ്ററി ക്ലർക്കിന് ട്രാൻസ്ഫർ കിട്ടുന്നു. അവിടെ മറ്റൊരാൾ വരുന്നു. മറ്റൊരാൾ വന്നപ്പോഴേക്കും വീണ്ടും എല്ലാം ഒന്നേന്ന് ചെയ്യേണ്ട അവസ്ഥയായി. എന്ന് വെച്ചാൽ ഓരോ ഫയൽസ് ആയിട്ട് വീണ്ടും കൊണ്ടുവരേണ്ടി വരുന്നു. ആൻഡ് yet all the efforts turn into nullity with one part of the office yields into fire, employing the ultimate philosophy in life. This truth grabs him like a thunderbolt that there is no way to contact the former clerk as he is in the war front. And so what happened is അയാൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം എന്ത് പറ്റി? ഈ നേരത്തെ ഉണ്ടായിരുന്ന ക്ലർക്ക് അവിടെ നിന്ന് മാറിപ്പോകുന്നു. ആൻഡ് ഓഫീസിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? തീയിൽ പെട്ടുപോകുന്നു. സോ എല്ലാം നശിച്ചു പോകുന്നു. സോ എന്ത് ചെയ്യണം എന്ന് അയാൾക്ക് അറിയില്ല. At last, this character realizes the futility of his effort, and at the end consoles himself that his journey itself has become the death certificate
which in a way acts as his life certificate. സോ അയാൾക്ക് ചെയ്തതെല്ലാം ജസ്റ്റ് എല്ലാം ഫ്യൂട്ടൈൽ ആയി പോയതുപോലെ തോന്നുന്നു. അയാൾ തന്നെ തനിയെ കൺസോൾ ചെയ്യുന്നു. കാരണം അയാളുടെ ഈ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ട ഒരു യാത്ര തന്നെ അതൊരു ആക്ച്വലി ഇറ്റ് ആക്ട്സ് ആസ് ഹിസ് ലൈഫ് സർട്ടിഫിക്കറ്റ്. സോ ഇവിടെ എന്താണ്, അയാൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നുമില്ല, അയാളുടെ ആ ഒരു അയാൾ ചെയ്ത പ്രവൃത്തിയുടെ എന്ന് വെച്ചാൽ അയാൾ കിടന്ന് കഷ്ടപ്പെട്ടത് മാത്രം മിച്ചം. സോ ഹിയർ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഇയാൾ ആരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നാണ്. Okay. And the barriers become blurred over the efforts as he never states the relationship between him and the person whose death certificate he is searching for. The novel questions the futility of efforts that drags the people to worry about the unaccomplished rather than to spend the time happily. So ഇവിടെ അയാൾ ആരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് തിരയുന്നതെന്ന് അറിയില്ല. അയാളുടെ ആ ഒരു എഫേർട്സ് എല്ലാം എത്രത്തോളം ഫ്യൂട്ടൈലായി മാറുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. So here the writer diligently marks the efforts of man to obtain things in life as a token of his existence. This novel evolves through the complex psychological moorings of the character than any other external events. It also questions the place of dominant ideologies, as the people who are supposed to follow the same are also reluctant to shed the conventional thoughts. So ഇവിടെ ഓരോ റൈറ്റർ ചോദ്യം ചെയ്യാണ് ഇവിടുത്തെ ഓരോരോ കോൺസെപ്റ്റ്സിന്, ഓരോരോ പ്രോബ്ലംസിന്, മനുഷ്യർക്ക് എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് തന്നെ അവര് എന്തൊക്കെ എഫേർട്ട് എടുക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ പല കാര്യങ്ങൾ എന്താണ് ആ ഒരു റിലീജിയസ് റിച്വൽസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, ആ റിച്വൽസിന്റെ ഫ്യൂട്ടിലിറ്റിയെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന് എന്താണ് ഈ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടി അയാൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി അയാൾ കിടന്ന് കഷ്ടപ്പെടുന്നു, അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് എത്രത്തോളം അയാൾ ഒരു ഓഫീസിൽ കയറുന്നു, ആ ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന്റെ ഫെയിലിയർ, അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. The writer manages to mark the universal in the local experience with the nameless characters who cannot be pinned down to a particular geographical region. Thus, the novel transcends both the limits of time and place to capture the essential human condition in a larger plane of existential mapping. So, ഇവിടെ ഈ റൈറ്റർ ഒരുപാട് ആ ഒരു എന്താണ് ഈ നെയിംലെസ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരിടത്തുള്ളതല്ല, അത് എല്ലായിടവും ഉള്ളത് തന്നെയാണ്. ഈ ഒരു കഷ്ടപ്പാട് ഒരാൾക്കുള്ളതല്ല, ഒരുപാട് ആൾക്കാർക്കുള്ളതാണ്. ഓക്കെ, ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഇതില് റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു നെയിംലെസ് ആയിട്ടുള്ള ക്യാരക്ടറിലൂടെ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുകളാണ് പറയുന്നത്. അവരുടെ എക്സിസ്റ്റൻസിനെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന രീതിയിലാണിത്. എന്ന് വെച്ചാൽ അവരുടെ എന്താണ് ഇവര് ഈ ഒരു സിസ്റ്റത്തിന്റെ ഇതില് പെട്ട് കഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. They couldn't get a success, otherwise they are not at all accepted. Ways of bureaucracy, അതിനെ കുറിച്ചൊക്കെയാണ് ഇതില് പറയുന്നത്. ഇതിൽ പല ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ലൈബ്രറിയനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു ലൈബ്രറിയൻ ഇയാളുടെ ആ ഒരു കോഴ്സ് ഓഫ് ജേർണിയിൽ ഇയാൾ പരിചയപ്പെടുന്നതാണ്. ആൻഡ് ദെയർ ഹി മെയിൻറ്റെയിൻസ് എ ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദാറ്റ് ലൈബ്രറിയൻ. ആ ഒരു ലൈബ്രറിയനുമായിട്ട് അയാൾ ഒരു ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. ഇയാളുടെ ഈ ഒരു ജേർണിയിൽ ആ ലൈബ്രറിയൻ അയാളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ടിനെ പരിചയപ്പെടുന്നു ഇയാള്. ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ആ ഒരു റിച്വൽസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഓക്കെ, ഈ ഫ്യൂണറൽ സെറമണിയിൽ ഇടയ്ക്ക് ഹി ക്വസ്റ്റ്യൻസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദ റിച്വൽസ് where the mortal remains are mixed up in the crematorium itself. And this communist friend advises the character to perform the religious rituals in the wake of the funeral. So ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ടിന്റെ കുറെ ഐഡിയോളജീസ് ഇതിൽ പറയുന്നുണ്ട്. സോ ഇവരെല്ലാം തന്നെ ഒരു എന്താണ് പേരില്ലാത്ത ക്യാരക്ടേഴ്സ് ആണ്. അവരുടെ ആ ഒരു ഡെസിഗ്നേഷൻ വെച്ച് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താണ് റെസ്പെക്റ്റീവ് പൊസിഷൻസ് വെച്ചിട്ടാണ് അവരെങ്ങനെയാണ് സൊസൈറ്റിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്, ആ ഒരു രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് തന്നെയും പേര് പറഞ്ഞിട്ടില്ല. ഈവൻ ആരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഈ റൈറ്റർ പോകുന്നത് എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദിസ് ഇസ് ദ നോവൽ ഡെത്ത് സർട്ടിഫിക്കറ്റ്.
അതിന്റെ സമ്മറി ഇതാണ്, അയാൾ അവസാനം സക്സസ് ആവുന്നില്ല. ഹി കുഡൻ ഗെറ്റ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ്. അയാൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നു. ആദ്യം അയാൾ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുന്നു. ഈ അവിടുത്തെ ക്രിമേറ്ററി ക്ലർക്ക് ഒരാഴ്ച കഴിഞ്ഞ് വരാനായിട്ട് ആവശ്യപ്പെടുന്നു. പിന്നീട് അയാള് ഒരാഴ്ച കഴിഞ്ഞ് പോകുമ്പോഴേക്കും മറ്റ് പല ഡോക്യുമെന്റ്സ് ആവശ്യപ്പെടുന്നു. അടുത്ത പ്രാവശ്യം അയാൾ പോകുമ്പോൾ ഈ ഡോക്യുമെന്റ്സും കൊണ്ട് പോകുമ്പോഴേക്കും ഇയാള് രജിസ്ട്രേഷൻ ഫീ അടച്ചിട്ടില്ല, അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഇയാളോട് ദേഷ്യപ്പെടും. അങ്ങനെ പറഞ്ഞ് വീണ്ടും അടുത്ത ഡോക്യുമെന്റ്സും കൊണ്ട് പോകേണ്ടി വരും. അങ്ങനെ പോകുമ്പോഴാണ് ഇയാൾ അവിടെ നിന്ന് സ്ഥലം മാറി പോകുന്നതായിട്ട് കാണുന്നു. ഹി വാസ് ട്രാൻസ്ഫർഡ് ടു ദ വാർ ഫ്രണ്ട്. ആൻഡ് ദെൻ മറ്റൊരാൾ വരുന്നു, അയാൾക്ക് വീണ്ടും ഇത് ഒന്നൊന്നായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് അതിന്റെയും പുറത്തുകൂടെ എന്താണ് ആ ഒരു ഭാഗം തീ പിടിക്കുന്നത്. ആൻഡ് ഇറ്റ് ആഡ്സ് ടു ഓൾ ദോസ് പ്രോബ്ലംസ്. അത് കാരണം അവസാനം അയാള് ഇതെന്താണ് അയാൾക്ക് ഇത് കിട്ടില്ല എന്ന് ഉറപ്പാവുന്നു. അതിനെക്കുറിച്ച് അയാള് എന്നുവെച്ചാൽ ഓൾ ഹിസ് എഫേർട്സ് നൗ വെന്റ് ടു ഇറ്റ് ബിക്കം നൗ ഫ്യൂട്ടൈൽ. ഒന്നിൽ നിന്നും അയാൾക്കത് കിട്ടാനായിട്ട് പറ്റുന്നില്ല. സോ ഹിസ് ഫ്യൂട്ടിലിറ്റി ഓഫ് ഹിസ് എഫേർട്ട്, അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആൻഡ് ദ ഫെയിലിയർ ഓഫ് ദ ഗവൺമെന്റ് സിസ്റ്റം, ആ ഒരു പവർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് പവർ, അത് ഹൗ ഇറ്റ് എഫക്ട്സ് കോമൺ മാൻ, അതിനെ കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? യെസ്. സോ ഇനി ഒരു ഡ്രാമ ഉണ്ട്. 3 ഫിക്ഷനിൽ 3 ഉണ്ട്. And 2 or 3 poems also. Okay, I think we can stop here. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. I'm not able to speak. ഓക്കെ, ഇന്നത്തെ 2 ടോപ്പിക്ക് മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇത് രണ്ടിന്റെയും റെക്കോർഡിങ്സ് ഷെയർ ചെയ്തേക്കാം. ഓക്കെ, I think it will be useful for you. I'll share it with you and I'll give you the model for the question papers. Otherwise, if you search the net, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ഇത് കിട്ടണമെങ്കിൽ വെബ്സൈറ്റിൽ ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസ് എല്ലാം. അതർവൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് വെബ്സൈറ്റിൽ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഇതിന്റെ ബേസിസിലായിരിക്കും മിക്കവാറും ഈ പ്ലേസും ഇതിന്റെ ബേസിസിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ഓക്കെ, സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ഓക്കെ ദെൻ ഞാൻ ഈ പേപ്പറിന്റെ ലാസ്റ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്തു വയ്ക്കാം, ഡൗൺലോഡ് ചെയ്തിട്ടേക്കാം, നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. ഓക്കെ, സോ താങ്ക് യു. We can meet in the next class. Okay.